പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പെടാതെ പാർലമെന്റിൽ ഒളിച്ചുകളി തുടരുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വർഷകാല സമ്മേളനം തുടങ്ങി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ആഭ്യന്തരമന്ത്രി ഇതുവരെ സഭയിലെത്തിയിട്ടില്ല. അമിത്ഷാ എവിടെ എന്ന ചോദ്യം ഇന്നും ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ചർച്ചയല്ല, അമിത്ഷായുടെ സ്വമേധയായുള്ള പ്രസ്താവനയാണ് വേണ്ടതെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. തർക്കങ്ങൾക്കിടെ ഒരേ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും അമിത്ഷായും പങ്കെടുത്തു. ശരത് പവാറിന്റെ ചെറുമകളുടെ വിവാഹ സൽക്കാരത്തിലാണ് ഇരുവരും ഒരേ സമയം പങ്കെടുത്തത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അമിത്ഷായെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി തിരയുകയാണ്. അതിനിടയിൽ അമിത്ഷാ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതൊരു വിവാഹ വേദിയിലാണ് എന്നത് മാത്രം. ശരത് പവാറിന്റെ ചെറുമകളുടെ വിവാഹ സൽക്കാര വേദിയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യക്ഷപ്പെട്ടത്. അതേ വേദിയിൽ തന്നെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. അമിത്ഷാ പാർലമെന്റിൽ വരാത്തതിനെ ചൊല്ലി തുടർച്ചയായിട്ട് സഭ തടസ്സപ്പെടുന്ന സമയത്താണ് ശരത് പവാറിന്റെ ചെറുമകളുടെ വിവാഹ സൽക്കാരത്തിൽ അമിത്ഷാ എത്തുന്നത്. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അമിത്ഷാ വരുന്നില്ല. ഇത് 16ാമത്തെ ദിവസമാണ്. ഇനി 2 ദിവസം കൂടിയേ സഭയുള്ളൂ. സഭ തീരും മുമ്പ് അമിത്ഷാ പാർലമെന്റിലെത്തി പ്രസംഗിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നിലവിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. ഇനി വന്നാൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അതിനെ കാണുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. പാർലമെന്റിലാണ് പ്രതീക്ഷിച്ചത്, സഭയിൽ പ്രതീക്ഷിച്ചു, പക്ഷേ കല്യാണവേദിയിൽ കണ്ടു. രാഹുൽ ഗാന്ധിയും അമിത്ഷായും നേരിട്ട് കാണുകയോ ഒരുമിച്ചൊരു ഫോട്ടോ സെഷനോ ഒന്നും ഉണ്ടായില്ല. രണ്ടുപേരും രണ്ടിടത്താണ് നിന്നത്, ഒരേ വേദിയിൽ. അപ്പോൾ സഭയിൽ പ്രതീക്ഷിക്കുകയാണ് പ്രതിപക്ഷം. പക്ഷേ സഭയിലാണെങ്കിൽ അമിത്ഷാ വരുന്നില്ല. അമിത്ഷാ എല്ലാ ദിവസവും പാർലമെന്റ് കോംപ്ലക്സിൽ വരുന്നുണ്ട്, സ്വന്തം ഓഫീസിൽ വരുന്നുണ്ട്, ഫയൽ നോക്കി പോകുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യം കേൾക്കാനോ അതിന് മറുപടി പറയാനോ അമിത്ഷാ സഭയിലേക്കില്ല. ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു എൻറ്റയർ സെഷൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളാൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് അതിൽ. ഉറപ്പായും അരുൺകുമാർ കൃത്യമാണ് പറഞ്ഞത്. കാരണം ഒരു സെഷൻ മുഴുവൻ അമിത്ഷാ എത്തുന്നില്ല. കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി നിരവധി ബില്ലുകൾ അവതരിപ്പിക്കേണ്ട മന്ത്രിയാണ്. പകരം സഹമന്ത്രിമാരെ ഇതൊക്കെ ഏൽപ്പിച്ച് ഓഫീസിൽ തന്നെ ഇരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വിമർശനം സാധൂകരിക്കപ്പെടുന്ന രീതിയാണ് അമിത്ഷായുടേതെന്ന് തോന്നിപ്പോകും. സഭയിൽ എത്തുന്നുണ്ട്, ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പാർലമെന്റിന്റെ 2 സഭകളിലും ഇതുവരെ ഈ സെഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനടിസ്ഥാനമാകുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി ദില്ലിയിൽ നടന്ന ജന്തർ മന്ദർ സമരത്തെ തുടർന്ന് നടന്ന പോലീസ് അതിക്രമങ്ങളാണ്. പ്രതിഷേധ മാർച്ചിൽ അതിൽ ഉത്തരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നു. അതിനിടെയാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കിരൺ റിജ്ജു പാർലമെന്ററി കാര്യമന്ത്രി സഭയിലെത്തുന്നു. അമിത്ഷാ സഭയിലെത്താൻ തയ്യാറാണ്, പ്രസ്താവന നടത്താൻ, ചർച്ചയ്ക്ക് മറുപടി നൽകാൻ തയ്യാറാണ്. പക്ഷേ എല്ലാവരും മര്യാദയ്ക്ക് കേട്ടുകൊള്ളണം എന്ന തിട്ടൂരം കണക്കെ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ആരും മിണ്ടാൻ പാടില്ല, ശല്യം ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ അമിത്ഷാ വരാം എന്നുള്ള മറുപടിയാണ് കിരൺ റിജ്ജു നൽകിയത്. അത് സ്വീകാര്യമല്ല എന്ന് പ്രതിപക്ഷം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്നിരുന്നു. സഭ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച്. അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങൾ. അതിലൊന്ന്, അമിത്ഷാ കൃത്യമായൊരു പ്രസ്താവന, ഈ പോലീസ് അതിക്രമങ്ങൾ, കുട്ടികളെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അതിലൊക്കെ കൃത്യമായ പ്രസ്താവന നടത്തണം. രണ്ടാമതായി, കുട്ടികളെ പീഡിപ്പിച്ചതിലും അതിക്രമം നടത്തിയതിലും പ്രധാനമന്ത്രി മാപ്പ് പറയണം, സഭയിലെത്തി മാപ്പ് പറയണം എന്നുള്ളത്. മൂന്നാമത്തെ ആവശ്യമായി പറഞ്ഞിരിക്കുന്നത് സംഭാവന കൊള്ള അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സഭയിൽ ചർച്ചയ്ക്കെടുക്കണം. ഈ 3 ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സഭയിൽ സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറയുന്നു. ഇന്നിപ്പോൾ വീണ്ടും സഭ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെ, പാർലമെന്റിന്റെ 2 സഭകളും പ്രക്ഷുബ്ധമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൽ ഏറ്റവും സങ്കീർണമായ കാര്യം അരുൺകുമാർ, പ്രധാനപ്പെട്ട പല ബില്ലുകളും ഈ തർക്കത്തിനിടെ പാസാക്കി കൊണ്ടുപോവുകയാണ്. UPI ഇടപാടുകൾക്ക് പണം ഈടാക്കുന്ന, സർവീസ് നിരക്ക് ഈടാക്കുന്ന, സേവന നിരക്ക് ഈടാക്കുന്ന ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. അതും വലിയ ചർച്ചകളില്ലാതെ പാസാക്കി കൊണ്ടുപോയി. ഒരുപക്ഷെ 2-3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ FCRA ബിൽ കൊണ്ടുവന്ന് ചർച്ചകളില്ലാതെ വേഗത്തിൽ പാസാക്കി കൊണ്ടുപോകാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ വലിയ പ്രതിഷേധം ക്രൈസ്തവ സഭകൾക്കുണ്ട്. അതിനിടെ ഇന്നും സഭ പ്രക്ഷുബ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി അമിത്ഷാ സഭയിലെത്തി പ്രസ്താവന നടത്താനുള്ള സാധ്യതയുണ്ട്. വിശേഷിച്ചും ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള മന്ത്രിസഭയാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ഭരിക്കുന്നത്. അവിടെ ഇന്നലെ നടന്ന പ്രതിഷേധ മാർച്ചിൽ വലിയ തോതിൽ ലാത്തി ചാർജും ഗ്രനേഡ് പ്രയോഗവും ഒക്കെ ഉണ്ടായി. ഇതുകൂടി എടുത്തു കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ അമിത്ഷാ സഭയിലെത്തി പ്രസ്താവന നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.